കർത്താവിൻ്റെ ഉത്ഥാനം ക്രൈസ്തവരുടെ ഏറ്റവും ആദ്യത്തെ ആഘോഷ പെരുന്നാളാണ്. അത് ഏറ്റവും മൗലികവും അടിസ്ഥാനപരവുമായിട്ടുള്ള തിരുനാളാണ്. ബാക്കി എല്ലാ തിരുനാളുകളും പിന്നീട് ചേർക്കപ്പെട്ടവയാണ്. നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ക്രിസ്മസ് പോലും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ക്രൈസ്തവർ ആദ്യമായിട്ട് ആഹ്ലാദത്തോടുകൂടെ ഒന്നിച്ചു കൂടിയത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഓർമ്മ ഈ ലോകത്തോട് അറിയിക്കാനും ആഘോഷിക്കുവാനുമാണ്. ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കോതമംഗലം രൂപതയിലെ ചിരപ്രസിദ്ധമായിട്ടുള്ള ഈ ആരക്കുഴ പള്ളിയിലെ നിങ്ങളോടൊത്ത് ഈ തിരുക്കർമ്മങ്ങളിൽ സന്നിഹിതനാകാൻ ദൈവം എന്നെ അനുവദിച്ചതിന്, അവസരമൊരുക്കിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇത്തവണ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളെല്ലാം തന്നെ ഓരോ രൂപതകളിലും മേജർ ആർച്ച് എപ്പാർക്കിയൽ പള്ളികളായി, എപ്പിസ്കോപ്പൽ പള്ളികളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത പള്ളികളിലാണ് വലിയ ആഴ്ച ഞാൻ സമാപിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടെ ഈ ഉയർപ്പ് ദിനം ആഘോഷിക്കുന്നത് ആരക്കുഴ പള്ളിയിലാണെന്നുള്ളതിൽ എനിക്കൊരുപാട് ആനന്ദമുണ്ട്, എനിക്കൊരുപാട് ആത്മസംതൃപ്തിയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാൾ നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം സമാധാനമാണ്. നമുക്ക് സമാധാനമുള്ളവരായിട്ട് ജീവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. മാത്രമല്ല, നാം സമാധാനത്തിൻ്റെ ദൂതരായിട്ട് ഈ ലോകത്തിൽ വ്യാപരിക്കാൻ ദൈവം ഈ ഉയർപ്പ് തിരുനാളിലെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉത്ഥാന തിരുനാളിനെ കുറിച്ചിട്ട് ഞാൻ പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചില ചിത്രങ്ങൾ, അതെനിക്ക് തോന്നുന്നു ഉയർപ്പ് തിരുനാളിലേക്ക് വാതിൽ തുറക്കുന്ന താക്കോലുകളാണ്. ആദ്യമായിട്ട് ഉയർപ്പ് തിരുനാളിൻ്റെ സന്തോഷം കണ്ടെടുത്തത് പാവപ്പെട്ട സ്ത്രീകളാണ്. ഉത്ഥാനത്തിൻ്റെ സന്തോഷം ആദ്യമായി ലോകത്തോട് അറിയിച്ചത് 3 സ്ത്രീകളാണ്. മഗ്ദലന മറിയം, ക്ലോഫസിന്റെ ഭാര്യ മറിയം. സുവിശേഷം വിളിക്കുന്നത് മറ്റേ മറിയം. 3 മറിയങ്ങളാണ്. ഒരുപക്ഷെ ക്രിസ്മസുമായിട്ട് ഈ മറിയങ്ങൾക്കൊക്കെ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും മറിയം എന്ന പേരുകാരാണ്. പരിശുദ്ധ അമ്മ ഈശോയെ പ്രസവിച്ചപ്പോൾ മാലാഖമാര് പാടിയ പാട്ടെന്താണ്? സർവ്വലോകത്തിന് സന്തോഷദായകമായിട്ടുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ സദ്വാർത്തയുടെ സാഘോഷമായിട്ടുള്ള പൂർത്തീകരണമാണ് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനം. ഈ സന്തോഷം നമുക്ക് സമാധാനമാകുന്നത് കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ സമൂഹത്തിലെ അമ്മമാരോട്, സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർ മാത്രമല്ല, ഈ ലോകത്തിലെ കർത്താവിൻ്റെ ഉത്ഥാനത്തെ പ്രഘോഷിക്കുന്നവരും കൂടിയാണ്. നിങ്ങൾ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാണ്.
ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളിലും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുരണനങ്ങളുണ്ട്. ഈ സ്ത്രീകളുടെ മനസ്സിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കർത്താവിനെ അടക്കിയപ്പോൾ ആവശ്യത്തിന് സുഗന്ധദ്രവ്യങ്ങൾ വെച്ചിട്ടില്ലായിരുന്നു. സാബത്ത് ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവിനെ അടക്കണം. നിക്കോദേമോസും അരിമത്ഥ്യക്കാരും ഔസേപ്പും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷെ കച്ചയിലെ നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് കുന്തിരിക്കം മാത്രമേ അവർക്ക് വെക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് സാബത്തിന്റെ നിബന്ധനകളും നിർബന്ധങ്ങളും മൂലം വേണ്ടതുപോലെ അവനെ ശവക്കല്ലറയിലെ ഒരുക്കി വിടാൻ കഴിയാതെ പോയതുള്ള സങ്കടം കൊണ്ടാണ് ഈ സ്ത്രീകൾ കല്ലറ തേടി വന്നത്. കൊടുത്തത് പോരാ എന്ന തോന്നലേ, ഞങ്ങൾ കൊടുക്കേണ്ടിടത്തോളം കൊടുത്തില്ല എന്നുള്ള ചിന്ത, ആ ചിന്തയാണ് ഈ സ്ത്രീകളെ കല്ലറയിലേക്ക് എത്തിച്ചത്. ഈ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: നമ്മൾ കൊടുത്തത് നമ്മൾ കൊടുക്കെടുത്തേണ്ടോളം ആയില്ലെന്നുള്ള നമ്മുടെ മനസ്സിന്റെ കൊതിയുണ്ടല്ലോ, അതാണ് ഉത്ഥാന തിരുനാളിന്റെ താക്കോല്. ഞാൻ കൊടുക്കേണ്ടിടത്തോളം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഞാൻ കൊടുക്കേണ്ടതാണ്. അങ്ങനെ തേടിപ്പോകുന്നവർക്കാണ് ഉത്ഥാനത്തിന്റെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക. ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ പറഞ്ഞൊരു വചനം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ സ്വാർത്ഥകമാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവൻ പുറത്തു വരുമെന്നുള്ള സന്ദേഹം കൊണ്ട് ഒരിക്കലും ഇവൻ പുറത്തു വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട്, നിങ്ങൾക്കറിയാം സുവിശേഷത്തിലെ അവന്റെ കല്ലറ ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്തൊരു കല്ലുകൊണ്ട് അവർ മുദ്ര വെച്ചു. ആർക്കും ഒരിക്കലും ഉരുട്ടി മാറ്റാൻ പറ്റാത്തൊരു കല്ലുകൊണ്ട് ആ കല്ലറ അടച്ചു വെച്ചു. ഈ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ കടന്നു പോകുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. നിങ്ങളൊക്കെ എന്നോട് എത്ര സ്നേഹത്തോടും ഉത്കണ്ഠയോടും കൂടിയിട്ടാണ് നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും നടുവിലെ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്: ഈ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക? പ്രതിസന്ധികളുടെ നടുവിലെ വഴിമുട്ടുന്നവരോട് കർത്താവിന് പറയാനുള്ള ഉത്തരം സ്ത്രീകൾക്ക് കർത്താവ് കൊടുത്തു. അവർ ചെന്നപ്പോൾ ഉരുട്ടി മാറ്റാൻ ആർക്കും പറ്റില്ലെന്ന് കരുതിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ട് അവർ കണ്ടു. ഉത്ഥാനമെന്ന് പറയുന്നത് കർത്താവിൻ്റെ രൂപം വഹിച്ച് പള്ളി ചുറ്റും നടത്തുന്ന പ്രദക്ഷിണമല്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങൾ, ജീവിതത്തിൻ്റെ വഴിമുട്ടുന്ന നിർണായക നിമിഷങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എത്രയോ കുടുംബങ്ങളിലാണ് സങ്കടങ്ങൾ. കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്തവര്, കല്യാണപ്രായമായിട്ട് ജീവിത പങ്കാളി കിട്ടാത്തവര്, മക്കള് വഴിതെറ്റിപ്പോയവര്, മാതാപിതാക്കള് ശ്രദ്ധിക്കാത്തവര്. നോക്കൂ, പ്രതിസന്ധികളുടെ നടുവിലെ ഞാനും നിങ്ങൾ ഉയർത്തുന്നൊരു ചോദ്യമുണ്ട്: ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുക? ഉത്ഥാന പെരുന്നാള് നമുക്ക് നൽകുന്ന മറുപടിയാണ്: കല്ലുരുട്ടി മാറ്റാൻ നിനക്ക് പ്രാപ്തിയില്ല, നിനക്ക് കഴിവില്ല. പക്ഷേ നിന്റെ പ്രതിസന്ധികൾ ഉരുട്ടി മാറ്റുന്ന കർത്താവാണ് ഉദ്ധിതൻ. നിന്റെ പ്രതിസന്ധികള്, നിന്റെ സങ്കടങ്ങള്, നീ നീന്തി കര കാണാൻ കൊതിക്കുന്ന കടല്, അവിടെ നിനക്ക് കരം തരുന്നൊരു കർത്താവുണ്ട്. അതാണ് ഉദ്ധിതനായ കർത്താവ്.
ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആത്മകഥ വായിക്കാനായിട്ടിടയായി. ആ ആത്മകഥയിലെ കഥാപാത്രം ഒരു സെമിനാരിക്കാരനാണ്. ആ ആത്മകഥയ്ക്ക് അവൻ കൊടുത്ത പേരെന്താണെന്നറിയാമോ? ടിയേഴ്സ് അറ്റ് നൈറ്റ്, ജോയ് അറ്റ് ഡോൺ. ഇവൻ ഒരു IT എഞ്ചിനീയർ ആയിരുന്നു. ഇവന് കോളേജിലെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ പേര് കെറ്റി എന്നാണ്. അവർക്ക് തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവന് തോന്നി, എന്നെ തമ്പുരാൻ വിളിച്ചത് വൈദികനാകാനാണ്. അവൻ കെറ്റിയോട് പറഞ്ഞു, കെറ്റി, ഞാൻ അച്ഛനാകാൻ പോവുക. അവള് പറഞ്ഞു, സങ്കടമുണ്ട്, പക്ഷെ നിനക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനെതിരല്ല. അവൻ സെമിനാരിയിൽ ചേർന്ന് പട്ടത്തിൻ്റെ ശുശ്രൂഷകളുടെ പഠനത്തിൻ്റെ നടുവിലെ അവൻ ബോൺ മാരോ ക്യാൻസർ പിടിച്ച് മരണത്തോട് മല്ലടിക്കുകയാണ്. ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച് സ്നേഹബന്ധം വേണ്ടെന്ന് വെച്ച് സെമിനറിയിൽ ചേർന്ന പയ്യൻ വൈദികനാകുന്നതിന് മുൻപ് മരണത്തോട് മല്ലടിക്കുകയാണ് ബോൺ മാരോ ക്യാൻസറിൽ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ക്യാൻസറിലെ ഏറ്റവും വേദനയുള്ള മാരകമായ ക്യാൻസറാണ് ബോൺ മാരോ. അവനെ കാണാനായിട്ട് അവൻ്റെ മെത്രാൻ, ഓസ്ലോയിലെ മെത്രാൻ വിൻസെന്റ് ചെന്നപ്പോൾ അവൻ്റെ വിമിഷ്ടവും വേദനയും പ്രതിസന്ധിയൊക്കെ കണ്ടിട്ട് അവനെ ഒരു ഡൈവേർഷൻ കൊടുക്കാൻ പറഞ്ഞു. എടാ, നിന്റെ ഈ സങ്കടങ്ങളൊക്കെ നീ കുറിക്കണം, നീ സങ്കടങ്ങളൊക്കെ കുറിക്കണം. അവൻ അന്ന് തുടങ്ങി മരണം വരെ ഏകദേശം 1 മാസത്തോളം കുറിച്ച അവൻ്റെ ആത്മകഥയാണ് ഈ പുസ്തകം, ടിയേഴ്സ് അറ്റ് നൈറ്റ്, ജോയ് അറ്റ് ഡോൺ. അതിലെ അവൻ പറയുന്ന ഒരു വചനമുണ്ട്, എൻ്റെ സങ്കടങ്ങളുടെ നടുവിലൊക്കെ തന്നെ എൻ്റെ മുൻപില് വിളക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഉത്തിതനുണ്ട്. കുരിശിൽ മരിച്ചപ്പോൾ പണി കഴിഞ്ഞുവെന്ന് യഹൂദന്മാരെ വിചാരിച്ചു. പക്ഷെ അവരോട് നാട്ടുകാർ പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് 3-ാം ദിവസം ഉയർക്കുമെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് അരിമത്തിയക്കാരൻ ഔസേപ്പും നിക്കോദേമൂസും കണ്ടെത്തിയ കല്ലറയിലെ ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത കല്ല് വെച്ച് അവർ ഭദ്രമാക്കി. കാവലിന് 2 പട്ടാളക്കാരെയും അരോഗദണ്ഡഗാത്രരായ 2 പട്ടാളക്കാരെയും കൊടുത്തു. പക്ഷേ കർത്താവ് ആ കല്ലുരുട്ടി മാറ്റി. പട്ടാളക്കാരെ കർത്താവിൻ്റെ പ്രഭ കണ്ട് ഭ്രമിച്ചുപോയി, അവർ തളർന്നുപോയി. ആ ഉരുട്ടി മാറ്റപ്പെട്ട കല്ലുകള് കർത്താവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ താക്കോലാണ്. നിങ്ങളൊക്കെ ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഉത്ഥാന പെരുന്നാൾ നോമ്പ് വീടിലല്ല. ഉത്ഥാന പെരുന്നാൾ നമുക്ക് നൽകുന്നത് നമ്മൾ വഹിക്കുന്ന എല്ലാ കുരിശുകളും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ സംഘർഷങ്ങളും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും അവിടെ ഉരുട്ടി മാറ്റുന്ന ഒരു ഉത്തിതനുണ്ട്, കല്ല്. ആ ഉത്തിതന്റെ വിജയത്തിന്റെ പതാക പേറാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് ഉത്ഥാനം ചെയ്തതിനെ ആദിമ ക്രൈസ്തവരെ എപ്പോഴും പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് സത്യമായിട്ട് ഉത്ഥാനം ചെയ്തു, ഹല്ലേലൂയ. അങ്ങനെയാണ് അവര് പരസ്പരം ഉത്ഥാന പെരുന്നാൾ അഭിസംബോധന ചെയ്തത്. കർത്താവ് സത്യമായിട്ട് ഉത്ഥാനം ചെയ്തു, ഹല്ലേലൂയ. ഇത്ര മനോഹരമാണ്. കത്തോലിക്കൻ ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുശേഷിപ്പല്ല, കത്തോലിക്കൻ ഉത്ഥാനത്തിന്റെ തിരുശീലയാണ്. കർത്താവ് ഉത്ഥാനം ചെയ്തപ്പോൾ സ്ത്രീകൾ കണ്ടു അവന്റെ ശീല അവിടെ കിടക്കുന്നുണ്ട്, അവന്റെ ശീല കിടപ്പുണ്ട്.
ഞാനും നിങ്ങളും കണ്ണുനീര് തുടയ്ക്കുന്ന സാരിത്തുമ്പുകളുണ്ടല്ലോ, ഞാനും നിങ്ങളും കണ്ണുനീര് തുടയ്ക്കുന്ന മുണ്ടിന്റെ തലയുണ്ടല്ലോ, അത് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ പതാകയുടെ തിരുശേഷിപ്പുകളാണ്. ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഉരുട്ടി മാറ്റുന്നവൻ നമുക്ക് നൽകുന്ന പ്രതിസമ്മാനമാണ് സമാധാനം. സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ സഹനത്തിന്റെ കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം. ദുഃഖവെള്ളിയാഴ്ച ആണ്ടിലൊരിക്കൽ മാത്രം കടന്നു വരുന്ന ഒരു പ്രതിഭാസമല്ല. ഉത്ഥാനം ആണ്ടിലൊരിക്കൽ മാത്രം ആഘോഷിക്കുന്ന ഒരു തിരുനാളല്ല. ഓരോ ക്രൈസ്തവ ജീവിതവും ഓരോ ദിവസവും കടന്നു പോകുന്ന ദുഃഖവെള്ളിയാഴ്ചകൾക്ക് കർത്താവ് ഉരുട്ടി മാറ്റുന്ന കല്ലാണ് ഉത്ഥാന പെരുന്നാൾ. ഈ ഒരു പ്രത്യാശ, ഈ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകട്ടെ. പത്രോസ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 12 തുടങ്ങി 19 വരെയുള്ള വചനങ്ങൾ എത്ര മനോഹരമാണെന്നറിയാമോ? നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ, അഗ്നിപരീക്ഷകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കരുത്. എന്തോ നിങ്ങൾക്ക് അന്യായമായിട്ട് സംഭവിച്ചുവെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നോമ്പെടുക്കാത്തവരാണ് നോമ്പ് ഏറ്റവും കൂടുതൽ ആഘോഷമായിട്ട് വീടുന്നത്. നോമ്പെടുക്കാത്തവരാണ് നോമ്പ് ഏറ്റവും ആഘോഷമായിട്ട് വീടുന്നത്. പത്രോസ് പറയുന്നു, നിങ്ങളുടെ സഹനങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, അത് നിങ്ങളുടെ താക്കോലാണ് ഉത്ഥാനത്തിന്റെ കവാടം തുറക്കാനായിട്ട്. സഹനത്തിന്റെ മേലെ കർത്താവ് നൽകുന്ന കിരീടധാരണമാണ് പ്രിയമുള്ളവരെ ഉത്ഥാന പെരുന്നാള്. ഉത്ഥാനം നമുക്ക് സമാധാനം നൽകുമ്പോൾ ഞാൻ എന്നും നിങ്ങളോട് പറയും, സമാധാനം ആസ്വദിക്കുന്നവൻ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയാമോ? അവൻ മറ്റുള്ളവർക്ക് സമാധാനത്തിന്റെ ഉപകരണമാകും. ഈ ലോകത്തിലെ സമാധാനം അനുഭവിക്കാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവരായിട്ടുള്ള ഞാനും നിങ്ങളും സമാധാനത്തിന്റെ ദൂതന്മാരായിട്ട് മാറണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ മതങ്ങളെയും അസീസിയിൽ ഒന്നിച്ചു കൂട്ടി. എല്ലാ മതങ്ങളിൽപ്പെട്ട ലോക നേതാക്കള് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ഒന്നിച്ചുകൂടി. പരിശുദ്ധ പിതാവ് അവർക്കൊരു ഓപ്ഷൻ കൊടുത്തു. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാനൊരു കത്തോലിക്കനാണ്, നിങ്ങൾ ഹൈന്ദവരാണ്, നിങ്ങൾ മുസ്ലിമുകളാണ്, നമുക്ക് പരസ്പരം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അവരെല്ലാവരും ഏകയോഗക്ഷേമമായിട്ട് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അസീസിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന, കർത്താവേ എന്നെ നീ നിന്റെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ഉത്ഥാന പെരുന്നാൾ കൊണ്ടാടുന്ന എല്ലാവരോടും കർത്താവിന് പറയാനുള്ളത്, കർത്താവിന്റെ ഉത്ഥാനം നൽകുന്ന ഏറ്റവും മൗലികമായ സമ്മാനം, ദ ഗിഫ്റ്റ് പാക്കറ്റ് ഓഫ് ഈസ്റ്റർ, അത് സമാധാനമാണ്. അത് നിന്റെ വീട്ടിലെ എല്ലാം സുഖമാകുന്നതല്ല, നീ മറ്റുള്ളവരുടെ വീട്ടിലെല്ലാം സുഖമാക്കുന്നതാണ്. നീ എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്നവനാകണം. അതുകൊണ്ട് അസീസിലെ ഫ്രാൻസിസ് കർത്താവിനോട് പറഞ്ഞു, കുരിശിന്റെ താഴെ നിന്നുകൊണ്ട് പാടിയ പാട്ടാണ്, കർത്താവേ എന്നെ നീ നിന്റെ സമാധാനത്തിന്റെ ഉപകരണമാക്കണേ. ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ച് മടങ്ങുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സമാധാനം ഓപ്ഷനല്ല, സമാധാനം ഓബ്ലിഗേഷനാണ്. സമാധാനം എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ടതല്ല. നീ എന്നൊക്കെയാണോ ഈ ലോകത്തിൽ സമാധാനക്കേടിന് കാരണമാകുന്നത്, അന്നൊക്കെ തീ കെടാത്തതും പുഴു ചാകാത്തതുമായ നരകത്തിന്റെ
പൗരത്വത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ട് ക്രൈസ്തവൻ തോറ്റവനാണ്. പക്ഷെ ക്രൈസ്തവൻ തോറ്റത് സമാധാനം നൽകാനാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നമ്മൾ വേണ്ടതുപോലെ കാര്യക്ഷമമായിട്ട് വിജയിക്കുന്നില്ല, നമ്മൾ വേണ്ടതുപോലെ നമ്മുടെ സംഘടിത ശക്തി പ്രകടിപ്പിക്കുന്നില്ല. തോറ്റവൻ്റെ വിജയമാണ് ഉത്ഥാന പെരുന്നാള്. ഇതിൻ്റെ ദൈവശാസ്ത്രം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് എൻ്റെ സഹനം, ഞാൻ രോഗിയാകാം, tears at night, joy at dawn, ഞാൻ കണ്ണുനീരെ വീഴ്ത്തുമ്പോഴും ഓർമ്മിക്കുക, ഞാൻ സമാധാനത്തിൻ്റെ ദൂതനാകുകയാണ്. കർത്താവിൻ്റെ വിജയക്കൊടി. വിശുദ്ധയായ അൽഫോൻസമ്മയോട് നമുക്കെല്ലാവർക്കും ഒരുപാട് അടുപ്പമുണ്ട്. അൽഫോൻസമ്മ ഇഷ്ടമില്ലാത്തത് ആരാ? ഒരു മണലാരുണ്യത്തിലേക്ക് അൽഫോൻസമ്മ പോയില്ല. അൽഫോൻസമ്മ ഒരു കാൽവരിയിലേക്കും തീർത്ഥാടനം നടത്തിയില്ല. ഭരണങ്ങാനം മഠത്തിലെ കണ്ണുനീരിൻ്റെ താഴ്വരയിലെ തൻ്റെ സഹനം മുഴുവൻ കർത്താവിൻ്റെ പാനപാത്രത്തോട് ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴും കണ്ടിട്ടുണ്ട്, അൽഫോൻസമ്മയുടെ ഖബറിടത്തിലെ നിലയ്ക്കാത്ത തീർത്ഥാടക പ്രവാഹമാണ്. ഞാനും അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങളിവിടെ വന്നത്? അവർ പറയാറുണ്ട്, സഹിക്കാൻ ഈ കന്യാസ്ത്രീയെ പോലെ കർത്താവ് എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ്. സഹനം ഈ ലോകത്തിന് നൽകുന്ന വലിയ വിജയമാണ്. തോൽവി ഈ ലോകത്തിന് നൽകുന്ന വലിയ വിജയമാണ് സമാധാനം. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതരാക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സഭയ്ക്കും ധാരാളം പ്രതിസന്ധികളുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഒരിക്കലും സഭയുടെ അവസാനമല്ല, ഒരിക്കലുമല്ല. അത് കല്ലുരുട്ടി മാറ്റപ്പെടുന്നവൻ്റെ സമാധാനത്തിൻ്റെ തുടർച്ചയാണ്. ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുക? കർത്താവ് സ്നേഹത്തോടെ വിളിച്ചു അവളെ മേരി, മറിയം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാതോർത്താലേ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കഷ്ടപ്പാടുകളുടെ ദുഃഖ വെള്ളിയാഴ്ചകളിലെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് ചൊല്ലി ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക്. അതുകൊണ്ട് സന്തോഷം ഹൃദയത്തിൽ സമാധാനമായിട്ട് ആഘോഷിക്കാൻ, സമാധാനം സന്തോഷത്തോടുകൂടെ കുറവ് കൂടാതെ ഈ ലോകത്തിലെല്ലാവർക്കും കൊടുക്കാൻ ഈ ഉയർപ്പ് തിരുനാൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ, സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അവസാനമല്ല, കല്ല് ഉരുട്ടി മാറ്റപ്പെടുന്നവൻ്റെ പീഡാനുഭവത്തിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ്. ഉരുട്ടി മാറ്റപ്പെട്ട കല്ല്, അതിലൂടെ കടന്നു വന്ന കർത്താവ് ഉയർത്തിയ കൊടി, അത് സമാധാനത്തിൻ്റെ വിജയ പതാകയാണ്. അത് ഉയർത്താൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ സർവമംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച വലിയ അടുപ്പത്തിനും സ്നേഹത്തിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.